നമ്മൾ ആദ്യം സംസാരിച്ചപ്പോൾ ബസ്സിൽ യാത്രിക കൈ ഉയർത്തി വെച്ച് അടുത്തിരുന്ന അമ്മാവനെ സെഡ്യൂസ് ചെയ്തെന്ന് ആദ്യം പറഞ്ഞു. രണ്ടാമത്തത് പറണ്ടോട് വിഷയം പറഞ്ഞപ്പോഴേക്ക് ഭർത്താവ് തിളച്ച പാലെടുത്ത് ദേഹത്ത് ഒഴിച്ച് വളരെ മാരകമായി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരിക്കുന്ന ആ യുവതിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ മര്യാദയ്ക്ക് വിളമ്പി ചൂടോടെ ആഹാരം മുന്നിൽ വെച്ച് കൊടുക്കാതെ പ്രകോപനമുണ്ടാക്കിയതല്ലേ എന്ന് പറഞ്ഞു. ഏത് രീതിയിലും തലങ്ങും വിലങ്ങും നിന്ന് പുരുഷനെ സപ്പോർട്ട് ചെയ്യുകയാണോ മെൻസ് അസോസിയേഷൻ? ഈ രണ്ട് കേസിൽ നമ്മൾ എടുത്താലും പുരുഷന്റെ ഭാഗമാണ് ശരി എന്നുള്ളത് വ്യക്തമാണ്. കാര്യം ഒന്ന്, ഭർത്താവാണ്. ഭർത്താവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ എന്താ പറയാ ഒരു ഭാഗമാണ്. ഭാര്യ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു വശം എന്ന് പറയുന്നത് പോലെ തന്നെ ഭർത്താവ് എന്ന് പറയുന്നത് ഭാര്യയുടെ ഒരു വശമാണ്. അപ്പോ അവർ രണ്ടുപേരും ഒന്നെന്നാണ് പറയുന്നത്. വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ രണ്ടുപേരും ഒന്നാണ്. അപ്പൊ അങ്ങനെ ഒന്നായിരിക്കുന്നവർ പ്രകോപനപരമായിട്ട് കാണിക്കുകയും ഭക്ഷണം കൊടുക്കാതെയും ചെയ്യുന്നത് നമുക്ക് ആരെയാണ് അതിൽ ന്യായീകരിക്കാൻ പറ്റുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. ഇനി രണ്ട്, ബസ്സിലെ എന്ന് പറഞ്ഞാൽ ഒരു വഴിപോക്കായിട്ടുള്ള സ്ത്രീ, അവിടെയാണ് പ്രശ്നം. അവളാണ് കൈ ഉയർത്തി വെച്ചിട്ട് എന്നെ തട്ടിക്കോ എന്നെ മുട്ടിക്കോ എന്നുള്ളൊരു മനോഭാവവും ഒരു കള്ളക്കണ്ണിട്ട് നോക്കുന്നതും ആ ഒരു രീതി. അതിൽ നമ്മൾ ഒന്നും അറിയാത്ത ഒന്നും ചിന്തിക്കാത്ത ഈ ദുരുദ്ദേശങ്ങളൊന്നും മനസ്സിലാവാതിരിക്കുന്ന ഒരു പാവം സാധാരണക്കാരനായിട്ടുള്ള മനുഷ്യനാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹം ഏതോ ഒരു സ്ഥാപനത്തിലെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥനെന്തോ ആയിരിക്കാനാണ് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം. യൂണിഫോം കണ്ടിട്ട് അതിൽ ചിലർ പറയുന്നുണ്ട് അത് മക്കളുടെ യൂണിഫോം ചിലപ്പോൾ ആയിരിക്കാമെന്നൊക്കെ പറയുന്നു. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഏതോ പെട്രോൾ പമ്പിലെയോ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലെ ഒരു സെക്യൂരിറ്റി ജീവനക്കാരനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത്രത്തോളം ഒന്നും കാര്യവിവരമില്ലാത്ത, സോഷ്യൽ മീഡിയ എന്താണെന്ന് പോലും അറിയാൻ പാടില്ലാത്ത, സ്മാർട്ട് ഫോൺ ഇല്ലാത്ത ഒരു മനുഷ്യനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അദ്ദേഹം ഇവിടെ നടക്കുന്നത്, ഈ പെൺകുട്ടി ഇവിടെ ഇരുന്ന് ഇത്രയും കാര്യങ്ങൾ അഭിനയിച്ച് തള്ളുമ്പോ ഇയാൾ ഇതൊന്നും അറിയുന്നില്ല. ഈ ഷൂട്ട് ചെയ്യുന്നതോ പുള്ളിക്കാരി ഇരുന്ന് അഭിനയിക്കുന്നതോ ഇടം കണ്ണിട്ട് നോക്കുന്നതോ ഒന്നും ഇയാൾ അറിയാതെ ഒരു നിഷ്കളങ്കായിട്ടുള്ള മനുഷ്യനാണ്. അപ്പൊ അയാളല്ലേ ഞാൻ സപ്പോർട്ട് ചെയ്യേണ്ടത്? ഇനി നിങ്ങള് ഏതെങ്കിലും നല്ല രീതിയിൽ ഒരു വീഡിയോ എടുത്ത് മോശം പ്രവൃത്തി ചെയ്യുന്ന ഒരു പുരുഷനെ കാണിച്ചു തന്നു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും അദ്ദേഹത്തെ തന്നെ ഞാൻ കുറ്റം പറയും. പക്ഷെ വേറൊരു കാര്യമുണ്ട്, അദ്ദേഹത്തെ ഇളക്കി വിട്ടതാണോ ഇളക്കാതെ വന്നതാണോ എന്നും കൂടി നമ്മൾ അറിയണം. കാര്യം പെൺകുട്ടികൾ ക്യാമറ ഓൺ ചെയ്യുന്നതിന് മുന്നേ അദ്ദേഹത്തെ തട്ടിയും മുട്ടി, അതാണ് ഹണി ട്രാപ്പ് എന്ന് പറയുന്നത്. ഹണി ട്രാപ്പ് എന്ന് പറഞ്ഞാൽ കുറ്റക്കാരിയെ പെണ്ണ് തന്നെയാണ്. കാരണം ഒരു പുരുഷന് ഏതെങ്കിലും രീതിയിൽ പ്രലോഭിപ്പിച്ച് അദ്ദേഹത്തെ ഇളക്കി, അതാണ് ഞാൻ പറഞ്ഞ ലൈംഗിക ദാരിദ്ര്യം കേരളത്തിലുണ്ട് എന്ന് പറഞ്ഞു.